ഹലോ എവ്രി വൺ, എല്ലാവർക്കും അരുണാചൽ മല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, പോർക്ക് ഫ്രൈ ഇല്ലാതെ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക അല്ലേ? അപ്പോൾ ഇന്ന് തൊട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള റെസിപ്പികളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു അടിപൊളി പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ? 1.5 കിലോ പോർക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. എന്നിട്ട് ഇത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. 1 വിസിൽ കൊണ്ട് തന്നെ എൻ്റെ പോർക്ക് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ 2-3 വിസിൽ വേണ്ടി വരും. ഇനി നമുക്ക് പോർക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 6 സബോള എടുത്തിട്ടുണ്ടാവും, ഞാൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും, 3 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തത്, അത് സ്ലൈസായിട്ട് അരിഞ്ഞത് നമുക്ക് ആവശ്യമാണ്. ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക. ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ വേവിച്ച പോർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. വേറെ എക്സ്ട്രാ ഓയിലൊന്നും ഞാൻ ചേർക്കുന്നില്ല. പോർക്ക് വേവിച്ച ഓയിലിൽ തന്നെ നമ്മൾ സബോള വഴറ്റുകയാണെങ്കിൽ എക്സ്ട്രാ ഓയിലും വേണ്ടി വരില്ല. ഈ പോർക്ക് റോസ്റ്റിന് അസാമാന്യ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഓയിൽ നല്ലതുപോലെ, ഈ പോർക്കിൻ്റെ ഫാറ്റ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു ബേ ലീഫ് ഇടുക. അതൊന്നും മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് ഈ സബോള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ നല്ലതുപോലെ വഴറ്റുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി യോജിപ്പിക്കണം. ഇപ്പോൾ അത് ഉള്ളി കണ്ടില്ലേ, നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പൊടികളാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുവോളം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഈ പൊടികൾ നമ്മൾ നല്ലതുപോലെ മൂപ്പിക്കണം. പൊടികൾ നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് കറിക്ക് നല്ല കളറും കിട്ടും. അതുപോലെ പൊടികളുടെ പച്ചക്കുത്തലൊന്നും കാണുമില്ല, കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ പൊടികൾ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് തീ നമ്മൾ നല്ലപോലെ കുറച്ചിടണം പൊടികൾ ചേർക്കുമ്പോൾ. പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുവോളം നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്, നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് പോർക്ക്, വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർക്കാം. പോർക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി പതുക്കെ, തീ നല്ലതുപോലെ സിമ്മിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി റോസ്റ്റാക്കി എടുക്കണം. നിങ്ങളൊക്കെ എങ്ങനെയാണ് പോർക്ക് കറി വെക്കുന്നത്? പോർക്ക് റോസ്റ്റാണോ ചെയ്യാറ്, അതോ ഫ്രൈ ആണോ ചെയ്യാറ്? അതുപോലെ പോർക്ക് കൂർക്കി ഇട്ടിട്ടാണോ വെക്കാറ്? എങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇപ്പോൾ അതാ നമ്മുടെ പോർക്ക് ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയും ഗരം മസാലയാണ്. പോർക്കിൽ എരിവിലേക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയും പച്ചമുളകും ഒന്നും അല്ല ചേർക്കേണ്ടത്, കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. എത്ര കുരുമുളക് പൊടി ചേർക്കുന്നോ അത്രയും പോർക്കിന് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ, പോർക്ക് റോസ്റ്റ് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡിയായി. വേണ്ടത്തിനും വേണ്ടാത്തതിനും എല്ലാം ഞാൻ മല്ലിയില ചേർക്കാറുണ്ട്, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ പോർക്ക് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, നല്ലതായിരുന്നോ അല്ലയോ എന്നുള്ളതൊക്കെ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ക്രിസ്മസ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.